റിയൽമി അവരുടെ പുതിയ 10 സീരീസ് ഫോൺ ഇറക്കി. അറിയാം, നമുക്ക് റിയൽമീൻ്റെ 1, 2 Pro, 3 Pro ഒക്കെ ഉള്ള ഫോണുകൾ റിയൽമീൻ്റെ നമുക്ക് ഇറങ്ങിയത് അറിയാം. അതിൽ അവർ 10th Pro, റിയൽമി 10 Pro Plus 5G എന്നുള്ളൊരു മോഡൽ അവർ ഇറക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് ആ ഫോണിൻ്റെ കാര്യങ്ങൾ? വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു ഫോൺ പുതിയതായിട്ട് റിയൽമി ഇറക്കാൻ പോകുന്ന ഒരു ഫോണിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും അതിൻ്റെ ഫീച്ചേഴ്സ് പറയാനാണ്. എനിക്ക് ആ ഹാൻഡ്സെറ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ നോക്കി പഠിച്ചിട്ട് അത് നമ്മൾ ഈ ഫോണിൽ ആ ഡീറ്റെയിൽസ് ഉണ്ട്, അത് നോക്കി വായിച്ച് പറയാനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. കാരണം ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഈ ഫോൺ നല്ലതാണോ അത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. റിയൽമി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 വർഷമായി. റിയൽമി 2 Pro മുതൽക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റിയൽമി 10 Pro Plus 5G നല്ലൊരു പേരിൽ അവർ ഇറക്കിയിട്ടുണ്ട്. 10th ജനറേഷനാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസിങ്ങും മാത്രമല്ല, അതിൻ്റെ ഡിസ്പ്ലേ ആണ്. കേർവ്ഡ് ഡിസ്പ്ലേ, അതായത് പ്രീമിയം ഫോൺസിൽ മാത്രം കണ്ടുവരുന്ന കേർവ്ഡ് ഡിസ്പ്ലേ ആണ് റിയൽമി 10 Pro Plus 5Gയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് കേർവ്ഡ് ആയിട്ടാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത്, അപ്പോൾ കുറച്ച് ലാഗ് വരും. ഇതൊരു മീഡിയ ടെക് ഡയമൻസിറ്റി 1080 5G പ്രോസസ്സറിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ മോശമാണ്. ഞാനത് അങ്ങനെ തന്നെ പറയാണ്. 16 മെഗാ പിക്സലേ ഉള്ളൂ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന വിവോ V21 5Gക്ക് 44 മെഗാ പിക്സൽ ക്യാമറ, അതായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം ക്യാമറ. ഇപ്പം ഞാനൊരു വ്ളോഗറാണ്, ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാനത് സാറ്റിസ്ഫൈഡ് അല്ല. അതിൽ OIS-ഉം EIS-ഉം ഒന്നും അതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പം മെൻഷൻ ചെയ്യണമില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത ഡിസ്പ്ലേ ആണ്. ഞാൻ പറഞ്ഞല്ലോ, കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. AMOLED 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ്. ഇത് പറയുമ്പോൾ നമ്മൾ ഈ സൈഡ് ഫുള്ള് കേർവ് ആയിട്ടാണ് വരുന്നത്. സാധാരണ ഇത് സാംസങ്ങിൻ്റെ S സീരീസ് ഫോണിലൊക്കെ വരുന്ന അതേ ഒരു ക്വാളിറ്റി വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെയാണ് വീഡിയോസിൽ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. അടിപൊളിയാണ്. ബാക്കപ്പ് അത്യാവശ്യം കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് ആണ്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. 67 വോൾട്ട്സിൻ്റെ സൂപ്പർ വോക്ക് ചാർജിങ് ആണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ വരുന്നത്. ഫോണിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട്. അതിൽ 88 വാട്ട്സിൻ്റെ ചാർജറാണ് കൊടുക്കുന്നത്. നമ്മുടെ ബാക്കി കമ്പനിയൊക്കെ ചാർജർ ഒഴിവാക്കുമ്പം റിയൽമി 88 വാട്ട്സിൻ്റെ ചാർജറാണ് കൊടുക്കുന്നത് കൂടെ. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നത് 67 വാട്ട്സിൻ്റെ സൂപ്പർ വോക്ക് ചാർജറാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രീമിയം എലഗൻറ്റ് ഫീച്ചറാണ്. പിന്നെ സൗണ്ടും എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡോൾബി സ്റ്റൈൽ സൗണ്ടാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പക്ഷേ ഇതിനെ ഞാൻ കാണുന്ന 2-3 കോൺസ് ഉണ്ട്. അതായത് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുമ്പോൾ അതിലൊന്ന് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ തന്നെയാണ്. കാരണം ഞാൻ ഫ്രണ്ട് ക്യാമറ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സെൽഫീസ് ഇഷ്ടമാണ്. അതേപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് പറയുമ്പോൾ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും അത് ഇതിൽ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇത്രയും 24,999 കൊടുക്കുമ്പം ഒരു മിനിമം 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയെങ്കിലും കൊടുക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ വീഡിയോ ക്വാളിറ്റീൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ഫോണായേനെ. നമ്മൾ ലാലേട്ടനെ പറയുന്ന ഒരു പേരുണ്ട്, കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള. അതേപോലെ ഈ ഒരു കാര്യം മാത്രം അതിലൊരു മൈനസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആവണം എന്നില്ല. പിന്നെ പറയാൻ വെച്ചാൽ ഈ കേർവ്ഡ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പം നല്ല കാര്യമാണ്, ഹാൻഡി ലുക്കാണ്, പ്രീമിയമാണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ വെച്ചാൽ ഇതിന് എന്തെങ്കിലും ബ്രേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് പോവും. പിന്നെ ഈ ഒരു ഫോണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പം ഇതിൻ്റെ കൂടെയുള്ള ആക്സിഡൻ്റൽ ഡാമേജ് പ്രൊട്ടക്ഷനും കൂടെ എടുക്കാൻ നോക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കേർവ്ഡ് ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ. ഇനി ഇങ്ങനെ നല്ല നല്ല ഫോണിൻ്റെ റിവ്യൂസും കൂടെ നമ്മുടെ ചാനലിലുണ്ടാവും. അത് വേണോ വേണ്ടിയോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.